ഹലോ നമസ്കാരം, വെൽക്കം ടു ടേസ്റ്റ് എക്സ്പ്ലോറർ. ചിക്കൻ മജ്ബൂസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. മജ്ബൂസ് മസാലയൊന്നും ഇല്ലാതെ പ്രഷർ കുക്കറിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മജ്ബൂസാണ്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൽ നമുക്ക് 3 കപ്പ് റൈസ് വരെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ വലിയ കുക്കറിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു ടീസ്പൂൺ മല്ലി, കുറച്ച് കുരുമുളകും, ഒരു ടീസ്പൂണ് നല്ല ജീരകം, ഒരു 5-6 ഏലക്കായ, ഒരു 5-6 പീസ് ഗ്രാമ്പു, ഒരു 2-3 പീസ് പട്ട, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സവാള ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വന്നാൽ നമ്മളതിലേക്ക് ഒരു 3 വലിയ തക്കാളി അരിഞ്ഞതും ഒരു 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് അങ്ങനെ തന്നെയാണ് ഇടുന്നത്, നമ്മളിത് കീറൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 തക്കാളി കൂടുതൽ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർക്കുന്നത്. ഇതൊരു ഫുൾ ചിക്കനാണ്. ഇത് ഞാനൊരു 6 പീസാക്കിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വലിയ പീസസ് ആയിട്ട് എടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പാതി, അതായത് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഉണങ്ങിയ നാരങ്ങയാണ് ചേർക്കുന്നത്. അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു കത്തി കൊണ്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഉണങ്ങിയ നാരങ്ങയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ലോങ് ഗ്രെയിൻ റൈസാണ്. നമ്മൾ നീളമുള്ള ബാസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി ഒരു 1/2-3 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. ഇപ്പം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മൾ ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയിട്ട് ഇപ്പോൾ തുറന്നതാണ്. ഇനി നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്ന നാരങ്ങ 2-1 എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് അതിൽ തന്നെ കിടന്നാൽ അതൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇനി നല്ല തിളച്ച് വന്നാൽ നമ്മളിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. ഞാനത് വെള്ളം തിളപ്പിച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ റൈസിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്നാൽ ഒരു 2 വിസിൽ വരെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. പ്രഷർ പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു 10-15 മിനിറ്റ് വരെ കുക്കർ തുറക്കാതെ റെസ്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ഒരു 10-15 മിനിറ്റ് പ്രഷറൊക്കെ പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മജ്ബൂസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ചിക്കനും റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.